ഹലോ. അപ്പോൾ വലിയ സുഖമൊന്നുമില്ലാത്ത നമ്മുടെ ഫസ്റ്റ് ഡേയുടെ വ്ലോഗ് കഴിഞ്ഞിട്ട് ഇത് കാണാനായിട്ട് വലിയ ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും 2 സെക്കൻഡ് ഓഫ് മധുരയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ഇത്തിരി ഷോക്കായിരുന്നു. വലിയ കാര്യമായിട്ട് വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡേ 2 ആണ്. ഡേ 2 സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര നന്നായിട്ട് ഒരുങ്ങി നമ്മളെല്ലാവരും രാമേശ്വരത്തേക്ക് പോകുമായിരുന്നു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മധുരൈ രാവിലെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ കാമാണ് ആൻഡ് കുറച്ചും കൂടെ നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ വേഗം നമ്മുടെ അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ ആ ഒരു പരിപാടിയൊക്കെ നേരത്തെ കഴിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ സ്കൾപ്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ രാവിലെ ഇവിടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നാണ്. ലൈറ്റായിട്ട് സ്നാക്കും കഴിച്ചു. ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു സ്വീറ്റൊക്കെ പോലുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ടംപൂരി എന്നൊക്കെ പറയാം. അവിടെ ഉണ്ടംപൂരിയുടെ ഒരു വേറെ വേർഷൻ ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മധുരയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വേറെയും കുറേ മണ്ഡപങ്ങളുണ്ട്. അതുമാത്രമല്ല തിരുമലൈ നായ്ക്കർ പാലസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തെപ്പാക്കുളം ടാങ്ക് ഉണ്ട്. അവിടെയൊക്കെ പോയി ഈവനിങ് വൈബൊക്കെ കാണാനായിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡേ ടൈമിലൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഏർലി മോർണിംഗ് സ്റ്റാർട്ടിങ് ഫ്രം ദ ടെമ്പിൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കാര്യമായിട്ടൊക്കെ ഒരുങ്ങിയത് കൊണ്ടിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ച് ഞാൻ ശ്രീകരനും കൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കിച്ചൻ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. സോ ഇതൊക്കെയാണ് ഫോട്ടോസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യമായിട്ട് പോസൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാരൊക്കെ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചുമ്മാ ഇതേപോലെ അവിടെ നിന്ന് വേഗം രാമേശ്വരത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നേരത്തെ നമ്മുടെ വണ്ടി ഇവിടെ വരാത്തത് കൊണ്ടിട്ട് കുറച്ച് മാറിയാണ് നമ്മൾ നടന്ന് വണ്ടിയിൽ കയറിയത്. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം മധുരയുടെ ഒരു ഡേ ലൈറ്റിലുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പാലമൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ തെപ്പാക്കുളം ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് അവർ ടാങ്ക് പോലെ പണിതതാണ്. ഒന്ന് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി കാരണം. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ മാരിയമ്മൻ കോവിൽ പോലെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് അവിടെ പോകാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്നും അടച്ചിട്ടേക്കാണ് ഞാൻ കണ്ടത്. ആൻഡ് നമുക്കിത് ഈവനിങ് ആൻഡ് മോർണിംഗ് ഒക്കെ നമുക്ക് അവിടെ പോയി നടക്കാനും പിന്നെ കാര്യങ്ങൾ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ആൻഡ് ഇത് നമ്മുടെ മധുരൈ അമ്പലത്തിൻ്റെ എക്സാക്റ്റ് സ്മോൾ വേർഷനായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ഏർലി മോർണിംഗ്സ് തൊട്ടിട്ട് തന്നെ ആൾക്കാർ സ്ട്രീറ്റിലുണ്ട്. എന്നാൽ ഭയങ്കര തിരക്കല്ല, ഉണ്ട്. പിന്നെ രാവിലെ കോലമൊക്കെ ഇടുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് രാവിലെ നമ്മൾ രാമേശ്വരത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. രാമേശ്വരത്തേക്ക് അത്യാവശ്യം ഇവിടെ നിന്നൊരു 3 മണിക്കൂറത്തെ ജേർണി ഉണ്ട്. ആൻഡ് നമുക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയായിരുന്നു. രാമേശ്വരം ഇഡ്ഡലി കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷേ സാധാ ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അവിടെ പോയാലും ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ദോശ ഇഡ്ഡലി മാറി കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പിന്നെ യാത്ര തുടർന്നു. നമുക്ക് യാത്ര ഇനിയും ഉണ്ട് ബാക്കി. അപ്പോൾ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരിമനകളും വലിയ ആകാശമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. കടൽ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അറിയാവുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രാമേശ്വരത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാമേശ്വരം നമ്മുടെ 12 ജ്യോതിർലിംഗ സ്ഥാനത്തിൽ ഒരു ജ്യോതിർലിംഗ സ്ഥാനമാണ് ഇന്ത്യയിലുള്ള 12 ജ്യോതിർലിംഗ സ്ഥാനങ്ങൾ. അപ്പോൾ ഈ ജ്യോതിർലിംഗം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഹിസ്റ്ററിയിലേക്ക് പോവാം. പിന്നെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവൻ ഒരു ലൈറ്റ് പില്ലർ പോലെ 3 വേൾഡിലും അപ്പിയർ ചെയ്തു എന്നാണ് പറയുന്നത്. പണ്ട് വലിയൊരു ശിവമഹാപുരാണത്തിൽ പറയുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവൻ്റെ ഈ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുകയും ആ ഫൈറ്റിൽ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ഈ ഒരു ലിംഗത്തിൻ്റെ ആദ്യം അന്തവും എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എൻഡിങ് കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആരാണ് ജയിച്ചതെന്ന് ഞാൻ പറയാമെന്ന് പറയും. പക്ഷേ ആദ്യം അന്തവും ഇല്ലാത്തതാണ് ശിവഭഗവാൻ. എൻഡ് ഓഫ് ദ വേൾഡ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ വിഷ്ണു ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നു. തോറ്റു എന്ന് പറഞ്ഞു. പക്ഷെ ബ്രഹ്മാവ് അവിടെയും ചീറ്റ് ചെയ്തു. സോ ബ്രഹ്മാവിനെ ശപിച്ച് ആരും പൂജിക്കില്ല ഇനി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പല ശാപങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പിയർ ചെയ്തതിൽ മീൻസ് ലൈറ്റ് പില്ലറായിട്ട് അപ്പിയർ ചെയ്തതിലുള്ള ഒരു സ്ഥാനമാണ് രാമേശ്വരം എന്ന് പറയപ്പെടുന്നു. ഇത് ഹിസ്റ്ററിയാണ് കേട്ടോ.
സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ രാവണനെ കൊന്നതിൽ പശ്ചാത്താപം കൊണ്ടിട്ട് ഉണ്ടാക്കിയ സ്ഥാപിച്ച ഒരു ശിവലിംഗം അവിടെ ഉണ്ട്. അവിടെ സീതാദേവി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശിവലിംഗം ഉണ്ട്. അതുകൂടാതെ അത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഹനുമാൻ കൈലാസത്തിൽ പോയി കൊണ്ടുവന്ന ശിവലിംഗം ഉണ്ട്. അപ്പോൾ ഹനുമാൻ കഷ്ടപ്പെട്ട് കൈലാസത്തിലൊക്കെ പോയിട്ട് വന്നത് കൊണ്ടിട്ട് ഹനുമാൻ്റെ ആ ഒരു ശിവലിംഗത്തിന് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ട്. അത് തൊഴുതിട്ട് സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗം എല്ലാവരും തൊഴാറുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ശിവലിംഗ സ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ബലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബലിയിടേ വേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. സോ അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റാണ് കേട്ടോ. എനിക്കതിൻ്റെയൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എല്ലാം നമ്മളുടെ വിശ്വാസങ്ങളാണ്. സോ നിങ്ങളുടെ വിശ്വാസത്തെ ഞാനും ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കി ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ആൻഡ് നമ്മളിതാ ഇപ്പോൾ എല്ലാവരും ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. പാമ്പൻ പാലത്തിൻ്റെ പുതിയ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പൻ പാലം നമുക്കറിയാം ഇവിടുത്തെ ഉള്ളതിൽ വെച്ചിട്ടാണ് ഏറ്റവും വലിയ പാലമാണ്. അത് കടലിന് കുറുകെയാണ് പണിതിരിക്കുന്നത്. ആൻഡ് ഇവിടെ പണ്ട് കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. അത് കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയത് അതിൻ്റെ ആ ഒരു എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് ക്യൂരിയോസിറ്റി തോന്നാൻ കാരണം അവിടുത്തെ ആ ഒരു കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ആ ഒരു സ്ഥലം എത്തിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് പണിതിട്ടുള്ളത്. മേ ബി പണ്ടത്തെ എന്തെങ്കിലും അവശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് രാമേശ്വരം എത്തിക്കഴിഞ്ഞ് രാമേശ്വരം അമ്പലത്തിലേക്ക് നമ്മുടെ വണ്ടി പോകത്തില്ല. നമ്മളൊരു ട്രാൻസ്പോർട്ട് ബസ്സാണ് എടുത്തത്. ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ടിക്കറ്റാണ്. ആൻഡ് ഈ കുഞ്ഞച്ചൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ രാമേശ്വരം എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബലിയിടണം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടാൻ തോന്നിയൊന്നുമല്ല. എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് എപ്പോഴും അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടം. വലിയ തിരക്കൊന്നും പാടില്ല. അവിടെ ആൾക്കാരിങ്ങനെ തിക്കും തിരക്കും പോകുന്നതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്നത് സമാധാനത്തിനും ഒരു മനഃശാന്തിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അവിടെ ചെയ്യുന്നത്. പ്യുവർലി ഒരു ബിസിനസ് പോലെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എന്തോ തോന്നിയില്ല എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഡെയിലി ഇട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ ഇത്തിരി ഡർട്ടിയും കൂടെയാണ്. അവരെന്തൊക്കെയോ കാണിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവാത്തത് പോലെ. അപ്പം എന്തോ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ കുളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ ആയിട്ട്. അതിന് അവിടെ ഒരു 24 കിണറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 24 പുണ്യ നദികളിലെ ജലമാണെന്നാണ് പറയുന്നത്. ഈ ചുറ്റുമുള്ളത് ഉപ്പുവെള്ളമാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല ശുദ്ധജലമാണ്. ഇപ്പം ദാഹിച്ച് ഭയങ്കരമായിട്ട് തൊണ്ട വെട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. നമ്മൾ ഓറഞ്ച് ജ്യൂസാണ്. അപ്പുറത്തെ ചേട്ടൻ ഉണ്ടാക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ കുടിച്ചത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറിയില്ല. ആസ് യൂഷ്വൽ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു, ചൂടായിരുന്നു. എനിക്ക് പറ്റിയില്ല, ഞാൻ അമ്പലത്തിൽ കയറിയില്ല. നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാമേശ്വരത്തിൽ നിന്ന് ധനുഷ്കോടിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധനുഷ്കോടി പോകണമെന്നുണ്ടെങ്കിൽ ധനുഷ്കോടിയിൽ നമ്മുടെ 4 വീലേഴ്സ് മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലെങ്കിൽ 4 വീലേഴ്സ് മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ. അപ്പോൾ 4 വീലറുള്ള ഏതൊരു വണ്ടിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ 4 വീലർ അല്ല ആസ് യൂഷ്വൽ. സോ നമ്മൾ ഇനി പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയ മിനി ബസ് പോലത്തെ എന്തെങ്കിലും സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ അവിടെ നമ്മളിന്ന് വെയിറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് വിശന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് രാമേശ്വരത്തിൻ്റെ അല്ല ധനുഷ്കോടിയുടെ ആ ഒരു ഇടയിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫിഷ് കറി മീൽസ് പോലത്തെ സംഭവമായിരുന്നു. ഫ്രഷ് ആയിരുന്നു, അതുകൊണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ധനുഷ്കോടിയിലും എൻ്റെ പ്രതീക്ഷകൾ വളരെ വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇടുക്കത്തെ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ആൻഡ് നമുക്കിങ്ങനെ കാണാനോ ഒരു പ്രൈവസി ഒന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ധനുഷ്കോടി എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ കലാമിൻ്റെ സാറിൻ്റെ ഹൗസ് ഉണ്ടായിരുന്നു, ഒരു ജസ്റ്റ് മ്യൂസിയം പോലത്തെ. അതും കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുവാണ് വീട്ടിലേക്ക്.
അപ്പം ഇത് വലിയ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ പോകുന്ന വഴി ഓൾമോസ്റ്റ് തേനിയൊക്കെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, തേനിയിൽ നമുക്ക് മുന്തിരിപ്പാടങ്ങൾ കാണാനായിട്ടുണ്ട്. മുന്തിരിപ്പാടം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരുതി അവിടെ പോയി വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ. എവിടെ മുന്തിരിപ്പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര വലിയ പാടത്തിൻ്റെ ഓരോ പോർഷനിലാണ് അവർ നമുക്ക് കയറി വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അലോ ചെയ്യുന്നത്. പക്ഷെ അത് നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. ബിസിനസ് സ്ട്രാറ്റജി കൊള്ളാം. പെർ പേഴ്സൺ എന്തോ 30 rupees അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. തന്നെ കണ്ടില്ലേ, ഞാനും കാര്യമായിട്ട് ഇന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് നമ്മൾ മാത്രമല്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സും മുന്തിരിയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ മുന്തിരിപ്പാടത്തിൽ ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുന്നു, അപ്പുറത്ത് നിറച്ച ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അത് നമ്മൾ കയറിയത്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചു. അങ്ങനെ എല്ലാവരും കാര്യമായിട്ടൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് മുന്തിരി പറിക്കാൻ പറ്റത്തില്ല, വാങ്ങാനൊക്കെ ആയിട്ട് പറ്റും. അപ്പുറത്ത് മുന്തിരി ഓൾറെഡി സെയിലുണ്ട്. അത് കൂടാതെ നമുക്ക് മുന്തിരി അവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ മുന്തിരിയുടെ സ്ക്വാഷ്, ജാം, പിന്നെ വൈന്, അങ്ങനെയുള്ള കുറേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നും അല്ലെങ്കിലും ഐ എൻജോയ്ഡ് ദിസ് ട്രിപ്പ്. അപ്പം നിങ്ങളും അതുപോലെ കാര്യമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.